മുമ്പൊക്കെ ഞാൻ വയല് പറഞ്ഞിരുന്ന കാലം കള്ള്, കഞ്ചാവ്, ചാരായം, ബീറ്, ബ്രാൻഡി, ആൻസ്, പാൻപരാഗ് അല്ലെ. കള്ളൊരു ചേരപ്പാമ്പാണെങ്കിൽ ചാരായം തനിക്കരിമൂർക്കൻ, ബ്രാൻഡി ഭയങ്കര വമ്പാല, ബീറൊരു പഴകിയ നീർക്കോലി. ഇന്നതൊക്കെ പോയി, അതൊന്നുമില്ല, അതൊക്കെ പോയി. ഇന്ന് നഖത്തിന്റെ ഉള്ളിൽ വെക്കാൻ മാത്രം പര്യാപ്തമായ ഒരു ചെറിയ സാധനം, ആ സാധനം വായിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടെ ഇവൻ മറ്റൊരു ലോകത്തേക്ക് മാറും വിധം ഭീകരമായ ലഹരിക്ക് നമ്മളെ മക്കൾ അടിമപ്പെടുക. നല്ല നല്ല ബാപ്പാന്റെ മക്കൾ. ഒരു പെൺകുട്ടി സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ആ പെൺകുട്ടിക്ക് തളർച്ചയും അസ്വസ്ഥതയും കണ്ടപ്പോ എന്താണെന്ന് അന്വേഷിച്ചു, പിടികിട്ടാതെ ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി മാനഭംഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ആരോ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടി പറഞ്ഞു, എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞപ്പോൾ ഒരാളല്ല, നിരവധി പേർ ഈ പെൺകുട്ടിയെ വ്യഭിചരിച്ചിട്ടുണ്ട്. അവസാനം സ്കൂളിലേക്ക് പോകുന്ന ആ പെൺകുട്ടി മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടുകളും മറ്റും കൂടി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയപ്പോ അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്തോ ഒന്ന് ഇട്ടതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം വസ്തുക്കൾ കുടിക്കുന്ന വെള്ളത്തിലിട്ടാൽ 28-48 മണിക്കൂർ ഒന്നും ശരീരത്തിൽ നടക്കുന്നത് ഒന്നും അറിയാത്ത വിധം ഭീകരമായ ലഹരി വസ്തുക്കളിൽ പെൺകുട്ടികൾ പോലും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇന്ന് ദുന്യാവിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. കുട്ടികൾ ജീവിക്കണം, മടിക്ക് അടിപൊളിയായി ഇങ്ങനെ ജീവിക്കണം. മാതാവും പിതാവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കൾ നന്നാവണമെന്നാണ്. പക്ഷേ ആ കൂട്ടത്തിൽ വരാകുന്ന അപകടം നാളെ കരഞ്ഞിട്ട് ഫലമുണ്ടാവില്ല, കണ്ണീര് വാർത്തിട്ട് ഫലമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാക്കളോടും അമ്മമാരോട് പറയുകയാണ്, നമ്മളെ ആൺമക്കൾക്കും പെൺമക്കൾക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാനും ധർമ്മബോധമുണ്ടാക്കാനും ഇസ്ലാമികമായ ചൈതന്യത്തിലൂടെ നമ്മളെ ആൺമക്കളും പെൺമക്കളും ജീവിക്കാനും എന്തൊക്കെ വേണോ ആ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ വന്നാൽ നമ്മളെ ഉപ്പമാര് മനസ്സമാധാനത്തിൽ മരിച്ചവരാണ്. പക്ഷേ നമുക്ക് മനസ്സമാധാനത്തിൽ മരിക്കാൻ കഴിയില്ല. നമ്മളെ ഉമ്മമാര് മനസ്സമാധാനത്തിൽ പോയവരാണ്. എന്നാൽ ഇനി നമുക്കതിന് കഴിയാത്ത വിധം നമ്മളെ ആൺമക്കളും പെൺമക്കളും അപകടത്തിലേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് നന്മയാകുന്ന വഴിയിലേക്ക് നമ്മളെ സമൂഹത്തെ കൊണ്ടുവരാൻ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഇതിൻ്റെയൊക്കെ കാരണം ഒന്നാമതായി മദ്രസ സംവിധാനത്തിൽ നമ്മുടെ ശ്രദ്ധ കുറവ്. മദ്രസ സംവിധാനം എന്ന് പറയുന്നത് എന്തോ ഒരു ആചാരം പോലെ അങ്ങനെ നടക്കുകയാണ്, എന്തോ ഒരു പണി പോലെ അങ്ങനെ നടക്കുകയാണ്. ഇവിടെ അൽഹംദുലില്ലാഹ് റാഹത്തായിരിക്കും എന്ന് കരുതുക. ഇതുപോലെ ഒരുപാട് നല്ല നേതാക്കന്മാരൊക്കെ ഇത് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് ഇവരെ സുന്ദരമായി മദ്രസ പോകുന്നുണ്ടാകുമെന്ന് കരുതുക. അള്ളാഹു മദ്രസയും അത് പഠിക്കുന്നവരൊക്കെ നന്നാക്കട്ടെ അല്ലേ. ചില മദ്രസകളിലൊക്കെ 6 മണിക്ക് മദ്രസ തുടങ്ങിയാൽ 6:10 കുട്ടി നീച്ചു, ഉസ്താദെ പോട്ടെ, എന്തേ ബസ് വരാനായി. 6:10 ആ കുട്ടി പോയി. 6:15 വേറെ കുട്ടി നീച്ചു, ഉസ്താദെ പോട്ടെ, എന്തേ ജീപ്പ് വരാനായി. 6:15 ഓനും പോയി. 6:20 വേറെ കുട്ടി നീച്ചു, ഉസ്താദെ പോട്ടെ, എന്തേ ആംബുലൻസ് വരാനായി. ഓനും പോയി, എല്ലാം പോയി. അവസാനം മദ്രസയിൽ സ്വലാത്തല്ലാണ്ടാകല് ഉസ്താദും 2-3-4 മന്നബുദ്ധിയാളും ബാക്കിയൊക്കെ പോയി. കാര്യപ്പെട്ടോന്റെ മോന്, മദ്രസ കമ്മിറ്റിക്കാരന്റെ മോന്, നട്ടെല്ലിന്റെ നെടുന്തൂരിനും കക്കും കറലിന്റെ ഒക്കെ മക്കളും വേറെ കുട്ടികളൊക്കെ പോയി. ഓൽക്ക് ദീനും അള്ളി റസൂലും കിട്ടിയത് 5 മിനിറ്റ്. പിന്നെ കിട്ടിയതോ ബാപ്പാന്റെ ബീജത്തിൽ എത്ര അണുക്കളുണ്ട്, ഉമ്മാന്റെ അണ്ടത്തിന്റെ കോലം എന്താണ്, ബാപ്പാന്റെ ബീജം ഉമ്മാന്റെ അണ്ടം കൂടി സങ്കല്പിച്ചപ്പോൾ ഇടങ്ങേറുടിച്ച് ഞാൻ ദുന്യാവുക്ക് വന്ന കഥ. ഇതല്ലാതെ വേറെ എന്താ അവർക്ക് കിട്ടിയത്? ഓനിക്കണ്ടോ അള്ളാഹിനെ കുറിച്ച് അറിയണം, ഓനിക്കണ്ടോ ദീനിനെ കുറിച്ച് അറിയുന്നു? ഞാൻ പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം ജലീൽ മാഷൊക്കെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. കാരണം എൻ്റെ കുട്ടികൾക്ക് പോലും ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ജലീൽ മാഷാണ് ഇപ്പോഴും. അള്ളാഹു ഖൈറും ബർക്കത്തും എല്ലാ രംഗത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെമ്പ്ര ദർസിന് ഇപ്പോഴും എൻ്റെ എല്ലാ കുട്ടികൾക്കും +2-ൻ്റെയും +1-ൻ്റെയും ഒക്കെ കാര്യങ്ങളും ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനന്ദനായ മന്യസ്നേഹിതൻ ജലീൽ മാഷാണ്. അള്ളാഹുദിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു അതൊക്കെ അനിവാര്യമാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ എൻ്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, അതിൻ്റെ പിന്നാലെ മാത്രമായി നമ്മളെ മദ്രസ തകർന്നു പോയാൽ, വിശുദ്ധമായ ഖുർആൻ ഓതാൻ നമ്മളെ മക്കൾക്ക് സമയം കിട്ടാതിരുന്നാൽ, ഹദീസ് പഠിക്കാൻ നമ്മളെ മക്കൾക്ക് സമയം കിട്ടാതിരുന്നാൽ, ദീനിയാത്തും അഖ്ലാഖും മാതാപിതാക്കളോടുള്ള ആദരവും ബഹുമാനവും നമ്മളെ ആൺമക്കളും പെൺമക്കളും പഠിക്കാതിരുന്നാൽ, ഉമ്മാനെ അറുക്കാൻ മക്കൾ മടിക്കില്ല, പാപ്പാനെ കൊല ചെയ്യാൻ മക്കൾക്ക് മടിയുണ്ടാവില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും, രോഗിയായി കിടക്കപ്പായിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട ഉമ്മ. ആ ഉമ്മ പനിച്ച്
വെള്ളമില്ലാതെ അറിയാതെ ബെഡിൽ മൂത്രമൊഴിച്ചു പോയി. രാവിലെ എഴുന്നേറ്റ് ആ ഉമ്മാന്റെ ചെറിയ മകൾ ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ബെഡിൽ എന്താണ് വെള്ളം കാണുന്നത്? ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ അറിയില്ല, ഞാൻ അറിയാതെ മൂത്രമൊഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ബെഡിൽ മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ച് പുറത്തിറങ്ങിപ്പോയി ഒരു വലിയ വടി കൊണ്ട് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത ഉമ്മാനെ ബെഡിലിട്ടിട്ട് തുരുതുരാ അടിക്കുമ്പോ ആ ഉമ്മ കിടന്ന് പെടയുന്ന രംഗം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാ ഞാനും നിങ്ങളും. ആ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മദ്രസയിലാണ് കുല്ലു ദുനൂബി യുഅഖിറു മിൻഹു മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. മോനെ മോളെ, ഉമ്മാനെ കഷ്ടപ്പെടുത്തരുതടാ, ഉമ്മാനെ വേദനിപ്പിക്കരുതടാ, ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ മനസ്സെങ്ങാനും വേദനിപ്പിച്ചാൽ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ, അതിൻ്റെ ദുഃഖവും കണ്ണീരും മടങ്ങറും ഈ ദുന്യാവിൽ അനുഭവിക്കാതെ മരിക്കൂല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മാനെ കഷ്ടപ്പെടുത്തിയവർക്കുള്ള ഫലം ദുന്യാവിൽ പലിശ സഹിതം അനുഭവിക്കാതെ മരിക്കൂല. ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചവന് ഈ ദുന്യാവിൽ നരകിച്ചിട്ടല്ലാതെ മരിക്കൂല. ഒരാൾ കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാലും, തെറ്റ് ചെയ്താലും അതിനൊക്കെയുള്ള ശിക്ഷ മഹ്ശറയില. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. പക്ഷേ നൊന്ത് പ്രസവിച്ച അമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ, പെൺകുട്ടികളെ ആൺകുട്ടികളെ കേട്ടോളി, സ്വന്തം കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിന്റെ ദുരന്ത ഫലം ഇവിടെ കിടന്ന് പെടഞ്ഞനുഭവിച്ചനുഭവിച്ചിട്ടല്ലാതെ മരിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ബോധം പെൺകുട്ടികളുടെ മനസ്സിൽ വരുന്നത് മദ്രസയിലൂടെയാണ്. ഈ ചിന്ത ആൺമക്കളെ മനസ്സിൽ വരുന്നത് മദ്രസയിലൂടെയാണ്. അതിൽ കൃത്യമായി പഠിക്കാത്ത ആൺമക്കളാണോ, അതിൽ കൃത്യമായി പഠിക്കാത്ത പെൺമക്കളാണോ, അത് കഴിഞ്ഞ് അതിൽ അധിഷ്ഠിതമായി ജീവിതം ചിട്ടപ്പെടുത്താൻ മക്കളെ നല്ല വഴിയിലൂടെ വളർത്താത്ത മാതാപിതാക്കളാണോ? ഉമ്മമാരെ, മക്കളെ കൊണ്ട് കരയേണ്ടി വരും. ഉപ്പമാരെ, മക്കളെ കൊണ്ട് കരയേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ തലമുറയെ നന്നാക്കാൻ ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്ന് നമ്മളെ മദ്രസയെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തലാണ്. മദ്രസയ്ക്ക് വേണ്ടുന്ന സഹായം ചെയ്യലാണ്. നമ്മളെ മക്കളെ നന്നായി പഠിപ്പിക്കലാണ്. ധർമ്മബോധമുണ്ടാക്കലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇടയായി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെയൊക്കെ തട്ടമഴിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ. പെണ്ണുങ്ങൾ ഇപ്പൊ തട്ടടാത്തത് ഞങ്ങളെ കൊണ്ടാണ്. പെണ്ണുങ്ങളും ഇപ്പൊ ആധുനിക ലോകത്ത് പല മനുഷ്യന്മാരും തുണിയെടുക്കണില്ല. അതിന്റെ കാരണക്കാരാണ് അല്ലാഹു അഅലം. വസ്ത്രം അഴിച്ചിട്ട് നടക്കാൻ മടിയില്ലാത്തവരാണ് ആധുനിക ലോകത്ത് വളർന്നു വരുന്നവർ. ഈയിടെയായി സ്വന്തം ഭർത്താവിനെ ഗൾഫിൽ നിന്ന് കാമുകനെ വരുത്തിയിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കൊന്ന പെണ്ണും മലപ്പുറം ജില്ലക്കാരിയായിരുന്നു. അതൊക്കെ ആരാ പഠിപ്പിച്ചത്? അതും അവർ പഠിപ്പിച്ചതായിരിക്കാം, അല്ലാഹു അഅലം. എല്ലാ മധർമ്മത്തിന്റെയും ബാപ്പയാകാൻ വരിക. പക്ഷേ അതൊന്നും ആരും പഠിപ്പിച്ചതല്ല. നമ്മളെ തലമുറ അധർമ്മത്തിലേക്ക് പോവുകയാണ്, തെറ്റിലേക്ക് പോവുകയാണ്. ഏതാ ഒരു താത്ത തലയിന്ന് തട്ടങ്ങോട്ട് വലിച്ചിട്ട് കണ്ട് പറഞ്ഞാലോ, തലയിൽ തട്ടില്ല എന്ന് കരുതിയിട്ട് പെണ്ണല്ലാതാവോ, ഞാനിതാ തലയിൽ തട്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട് തോളിക്കോട് വലിച്ചിട്ടല്ലോ ആരോ ഒരാൾ. അതുകൊണ്ട് ഇപ്പൊ ആർക്കാ ബേജാറ്? ഇസ്ലാമിന് വല്ല ബേജാറുണ്ടോ? ഏതെങ്കിലും ഒരു താത്ത തട്ടമിടണമെന്ന് ഇസ്ലാം പറഞ്ഞതിന്റെ പേര് അവളെ തലയിൽ ഉണ്ടായിരുന്ന തട്ടം തോളിലേക്ക് വലിച്ചിട്ടിട്ട് എന്താ നിങ്ങൾ കാട്ടുക എന്ന് ചോദിച്ചാൽ ആർക്കാ ബേജാറ്? പണ്ടൊരാള് കക്കൂസിലിരുന്നുകൊണ്ട് ബ്രഷ് ചെയ്യുന്നല്ലോ. അപ്പൊ ബാപ്പ പുറത്തുനിന്ന് വിളിച്ചറിഞ്ഞാലോ, അടി പള്ളി കക്കൂസിലുള്ളത് അടി ബ്രഷ് ചെയ്യാൻ. അപ്പൊ ആ പെണ്ണറിഞ്ഞാലോ, എന്താ നിങ്ങൾ അങ്ങനെയാണ് പറയാൻ, ഞാൻ ഇതിന് കുത്തിയിട്ടാണ് ചെയ്യുന്ന പറഞ്ഞാലോ. അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നഷ്ടം? പുറത്തിരിക്കണ വാപ്പാക്കല്ല നഷ്ടമുണ്ടോ? പറയണ ഓളത്തൊള്ളി വായിൽ കാഷ്ടാവുന്നല്ലാതെ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. മുസ്ലിമീങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം അദബും മര്യാദയുമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അച്ചടക്കവും അദബുമാണ്.